ഹലോ ഓൾ, ഐ പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പോകുന്നത്. സെറ്റ് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 72 മുതലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 72. ഓർഡർ ദ ഫോളോയിങ് 4 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഫ്രം ദ ലോവസ്റ്റ് ലെവൽ ടു ദ ഹയസ്റ്റ് ലെവൽ. അല്ലേ, ലോവസ്റ്റ് ലെവലിൽ നിന്ന് ഹയസ്റ്റ് ലെവൽ എന്ന രീതിയിലേക്ക് ഈ തന്നിരിക്കുന്ന ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ സ്റ്റേജസിനെ റാങ്ക് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കോമൺ മാർക്കറ്റ് ഉണ്ട്, ഇക്കണോമിക് യൂണിയൻ ഉണ്ട്, കസ്റ്റം യൂണിയൻ ഉണ്ട്, ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്. ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ് ആൻഡ് ദെൻ എക്കണോമിക് യൂണിയൻ. എക്കണോമിക് യൂണിയൻ നമുക്കറിയാം കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമുള്ളത് എങ്ങനെ ആയാലും എക്കണോമിക് യൂണിയൻ ആണെന്ന് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അല്ലേ. സോ അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 72. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 73ലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് MB = PT അതെന്താണ്? സോ കറണ്ട് അക്കൗണ്ട്, ടാക്സ് ബ്യൂറോക്രസി ആൻഡ് ബേസിസ് ഓഫ് ട്രേഡ് എന്നിവയാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇവിടെ കമ്പാരിറ്റീവ് കോസ്റ്റ് ഉണ്ട്, റെസ്പോൺസീവ്നെസ് ഓഫ് ടാക്സ് റവന്യൂ ടു GDP ഗ്രോത്ത്, റെക്കോർഡ് ഓഫ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ട്രേഡ് ട്രാൻസാക്ഷൻസ്, വെലോസിറ്റി ഓഫ് മണി ഈസ് അസ്യൂംഡ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് MB = PT അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് വരുന്നത്? അത് ഓപ്ഷൻ 4 ആണ്. വെലോസിറ്റി ഓഫ് മണി ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. പിന്നെ കറണ്ട് അക്കൗണ്ട് എന്നതാ? റെക്കോർഡ് ഓഫ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ട്രാൻസാക്ഷൻ ആണ് എന്നതാ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ ഇത് രണ്ടും വെച്ച് നമുക്ക് നോക്കാം. ഏതാ കറക്റ്റ് ആൻസർ എന്ന് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. A4, B3, C2 ആൻഡ് D1. സി എന്ന് പറയുന്നത് 2 ആണ്, ബേസിസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് 1 ആണ് എന്നാണ് നമ്മുടെ ആൻസേഴ്സ് വരിക. സോ അടുത്ത Question number 74. Identify the theorem that connects trade protection and income distribution to a country's scarce factor. അപ്പം ഏത് തിയറിയാണ് ട്രേഡ് പ്രൊട്ടക്ഷനെയും അത് അവരുടെ രാജ്യത്തിൻ്റെ സ്കേസ് ഫാക്ടറിൻ്റെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെയും പറ്റി പറയുന്നത് എന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരേ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻസ് പലതായിട്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം എന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 75. The approximate percentage share of the tertiary sector in India's nominal gross value added for the fiscal year 2024-25 based on provisional estimates. ഇത് ഡേറ്റയാണ്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 55% എന്നുള്ളതാണ്. Question number 76. According to the 2025 Human Development Report, what is India's rank in Human Development Index? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എല്ലാ പ്രാവശ്യവും നമ്മൾ നോക്കിക്കൊണ്ടുപോകേണ്ട നിർബന്ധമായ പോർഷനുകളിൽ ഒന്നാണ് അല്ലേ. ഈ നോബൽ പ്രൈസും HDI ഇൻഡെക്സും ഹാപ്പിനെസ് ഇൻഡെക്സും ഒക്കെ. അപ്പോൾ 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 130th റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത്. Question 77. From financial year 2022 onwards, the Rainfed Area Development Scheme has been integrated into ഏത് പ്രോജക്റ്റിനുള്ളിലേക്കാണ് റെയിൻഫെഡ് ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്കാണ് 2022 റെയിൻഫെഡ് ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം മെർജ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളത്. Question number 78. Based on the Niti Aayog report, which of the following measures should be undertaken to improve India's fiscal position and boost public investment? അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ പൊസിഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാനും ഏത് മെഷറാണ് എടുക്കേണ്ടത് എന്നാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ, എക്സ്ക്ലൂഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫ്രം എസ്റ്റിമേറ്റ്സ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ, increase the government's contribution to fixed capital formation to at least 7% of GDP, maintain the nominal exchange rate within a target range of 2% to 6%, liberalize regulatory limits for foreign investment in rupee denominated debt. ഇതെല്ലാം നമുക്ക് വായിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2 and 4 only. Question number 79. Which of the following is the AI-powered chat box used by the State Bank of India? ഇപ്പോൾ AI ജനറേഷന് ശേഷം ഇപ്പം AI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പം
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ AI പവർ ചാറ്റ് ബോട്ടിന്റെ നെയിം എന്താണെന്നാണ് ചോദ്യം. SBI ഐപാൽ ആണോ, SBI ഇലക്ട്രോണിക് വിർച്വൽ അസിസ്റ്റന്റ് ആണോ, സേവയാണോ, അതോ SBI KA ആണോ, അതോ SBI ഇന്റലിജന്റ് അസിസ്റ്റന്റ് ആണോ, സിയ ആണോ? ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, SBI ഇന്റലിജന്റ് അസിസ്റ്റന്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് ഈ KA എന്ന് പറയുന്നതും ഒരു ചാറ്റ് ബോക്സ് തന്നെയാണ്, ചാറ്റ് ബോക്സ് ആണ്. പക്ഷെ അത് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെതാണ്, അല്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ല. SBIയുടേതാണ് സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഗവൺമെൻറ് സ്കീംസും ഇയേഴ്സും തമ്മിൽ ഒന്ന് മാച്ച് ഫോളോയിങ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, ഫോറിൻ ട്രേഡ് പോളിസി, PM വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, A3, B4, C1 and D2. Question number 81. What paradoxical situation does India currently face in its food and nutrition sector? ഇന്ത്യയുടെ നിലവിലത്തെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്ടറിൽ എന്ത് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ആണ് ഇന്ത്യ ഫേസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ഡിപ്പെൻഡൻസ് ഓൺ ഫുഡ് ഇമ്പോർട്ട്സ് ഡിസ്പൈറ്റ് ദ ഗ്രീൻ റെവല്യൂഷൻ, ഹൈ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് cereals leading to widespread malnutrition, hunger in the midst of plenty due to large surplus of key crops alongside widespread malnutrition, or D, rising average cost of production being driven down by a high growth rate in agriculture. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഹങ്കർ ഇൻ ദ മിഡ്സ് ഓഫ് പ്ലെൻറ്റി, ഒരുപാട് കാര്യങ്ങളുടെ നടുക്ക് നടന്നിട്ടുള്ള ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ്, അതിനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും മാൽന്യൂട്രീഷൻ നിലനിൽക്കുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 82. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ക്യാരക്ടറൈസസ് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അച്ചീവിംഗ് ദ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇൻ ഇന്ത്യ പ്രൈമർലി ത്രൂ ലാർജ് സ്കെയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, demonstrating a high rate of economic growth coupled with low social development indicators, attaining high human development indicators despite having a lower than average per capita income, exclusive reliance on remittance from non-resident Keralites to fund all public service sectors. ഇതിൻ്റെ ആൻസർ നമുക്ക് ഈസിലി ആയിട്ട് പറയാൻ പറ്റും അല്ലേ? അറ്റൈനിങ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് എല്ലാം ഉണ്ട് നമുക്ക്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, എന്നാലും അവിടെ ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 83. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഈസ് എ കോസ് ഓഫ് ദ ചാലഞ്ചസ് ഫേസിങ് കേരളാസ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ? കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് പ്രൊഫൈലിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്കൊരു ചാലഞ്ചായിട്ട് നിലനിൽക്കുന്നത്? ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെൻ്റ് ആണോ, ഔട്ട് മൈഗ്രേഷൻ ആണോ, ഡെമോഗ്രാഫിക് ഇംബാലൻസസ് ആണോ, ലോ ഫെർട്ടിലിറ്റി റേറ്റ് ആണോ? കറക്റ്റ് ആൻസർ ഏതാ? ലോ ഫെർട്ടിലിറ്റി റേറ്റ് ആണല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ലോ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയും, അതുപോലെ നമുക്കാണെങ്കിൽ പ്രായമായിട്ടുള്ളവർക്ക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അതായത് അവരുടെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ആയുർദൈർഘ്യം കൂടുതലും ഇവിടെ ലോ ഫെർട്ടിലിറ്റി റേറ്റുമാണ്. അതേപോലെ തന്നെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ്റെ എണ്ണവും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലോ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ ബേസിസിൽ നമുക്കിതൊന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. MP of Kerala in 2021 ഏതാണ്? ഡിസ്ട്രിക്ട് വിത്ത് 3.48%. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി 2021 ഏതാണ്? അതുപോലെ 0% ഉള്ളതാണ് ഏതാണ്? MP of Kerala in 2023 പ്രോഗ്രസീവ് റിവ്യൂ ഏതാണ് എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, A3, B4, C1 and D2. അതായത് MPO of Kerala 2021 എന്ന് പറയുന്നത് 0.71 ആണ്. ഡിസ്ട്രിക്ട് വിത്ത് 3.48 മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻ 2021 എന്ന് പറയുന്നത് വയനാട്ടിലാണ്. ഡിസ്ട്രിക്ട് വിത്ത് 0% മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി 2021 എന്ന് പറയുന്നത് കോട്ടയമാണ്. MP of Kerala in 2023 എന്ന് പറയുന്നത് 0.55 ആണ്. ഓക്കെ,
So question number 85. Based on the current weekly status data for 2023-24, arrange the following categories in Kerala in descending order of their unemployment rate. Unemployment റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസെൻഡിങ് ആയിട്ട് നമ്മൾ ഇതിനെ ഓർഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരിക എന്ന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1, 2 and 3, 4 ആണ്. അതായത് ഈ തന്നിരിക്കുന്ന ഓർഡർ തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് ഫീമെയിൽ റൂറൽ, പിന്നെ ഫീമെയിൽ അർബൻ, പിന്നെ മെയിൽ റൂറൽ, പിന്നെ മെയിൽ അർബൻ എന്നിങ്ങനെയാണ് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റുക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 86. ഇൻ ദ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ Q of x is equal to beta naught into P of x beta 1 into P of x beta 2 into y b3 into e raised to bt അല്ലേ? വിച്ച് കോഎഫിഷ്യൻ റെപ്രസെൻറ്റ്സ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിനകത്ത് ഏത് കോഎഫിഷ്യൻ്റ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കാണിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ B1 ആണ് അല്ലേ? സോ പ്രൈസിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ B1 ആണ് ഇവിടെ എന്ത് കാണിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ കാണിക്കുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 87 നമ്മൾ നോക്കാം. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽസ്. അതേതാ ആൻസർ? എന്നതാ വരുന്നേ? ആൻസർ ഏതാ വരിക? അതായത് NNB at market price minus NNB at factor cost. ഏതായിരിക്കും വരുന്നത്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് കിട്ടും അല്ലേ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് കിട്ടുക. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Question number 88. Which solid waste management method involves minimizing the amount of waste generated in the first place, such as using reusable containers or buying products with less packaging? അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏത് വേസ്റ്റ് മാനേജ്മെൻറ്റ് മെത്തേഡാണ്. അതായത് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ അവഗണിക്കുന്നത്. അതായത് നമ്മളൊരു സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക്കും കൊണ്ട് പോകണം എന്ന് പറയില്ലേ? അപ്പോൾ അതുപോലെ അതായത് നമ്മൾ അഡീഷണൽ വാങ്ങിക്കാതെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യാതിരിക്കുന്ന മെത്തേഡ്, അതിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സോഴ്സ് റിഡക്ഷൻ. എന്താണ് സോഴ്സ് റിഡക്ഷൻ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 89. ക്രാമേഴ്സ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ്. നമ്മുടെ മാത്തമാറ്റിക്കൽ മൊഡ്യൂളിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്രാമേഴ്സ് റൂൾ. The determinant of the coefficient matrix A must be 0. The constant vector B must be a 0 vector. The coefficient matrix A must be a diagonal matrix. The determinant of the coefficient matrix A must be non-zero. അപ്പോൾ ക്രാമേഴ്സ് റൂൾ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് മാട്രിക്സ് എ നോൺ സീറോ ആകുമ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 90. In the prisoner's dilemma, what is the result of both prisoners choosing their rational self-interested strategy? ഓക്കെ, അപ്പോൾ പ്രിസണേഴ്സ് ഡയലമ സിറ്റുവേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ബോത്ത് പ്രിസണേഴ്സും ചൂസ് ചെയ്യുന്ന അവരുടെ റാഷണൽ സ്ട്രാറ്റജി ഏതാണ്? അവരുടെ വ്യക്തിത്വത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി അവരെടുക്കുന്ന ഡിസിഷൻ അത് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് കൺഫസ്, രണ്ടുപേരും സമ്മതിക്കും. ദ കോൺസെപ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 91. The concept of the law of equimarginal utility was first proposed by whom? ആരാണ് നമ്മുടെ ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? അത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 92. According to the indifference curve analysis, which following condition must be satisfied at the point of consumer equilibrium? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന പോയിന്റിൽ ഏത് കണ്ടീഷനാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ബേസിസിൽ ഇവിടെ സാറ്റിസ്ഫൈ ആവേണ്ടത്? Indifference curve cuts the budget line. The indifference curve is tangent to the budget line. Marginal rate of substitution equals the ratio of prices of two goods. The consumer spends their entire income. അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ
2, 3 and 4 ഉള്ളിയാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. When a cartel maximizes its profit, question number 93, when a cartel maximizes its profit, first option, firm always produce at minimum average cost. B, each firm sets output independently. C, the industry level of output is efficient. Industry output is restricted to raise price. അല്ലേ, ഒരു കാർട്ടൽ എപ്പോഴാണ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ആക്കുന്ന ഈ 4 സിറ്റുവേഷനിൽ എപ്പോഴാണ്? ഇൻഡസ്ട്രി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൈസ് റേസ് ചെയ്യാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് അവർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കാർട്ടൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൈൻഡ് ഓഫ് എഗ്രിമെൻ്റ് ആണല്ലേ. സോ ഇനി ക്വസ്റ്റ്യൻ 94, വിച്ച് കണ്ടീഷൻ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ബേസിക് അസംഷൻ ഓഫ് ദ വാൾറേഷൻ ജനറൽ ഇക്വിലിബ്രിയം മോഡൽ? വാൾറേഷൻ ജനറൽ ഇക്വിലിബ്രിയം മോഡലിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ബേസിക് അസംഷൻ ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, റാഷണൽ ഏജൻസ്, ഫിക്സഡ് പ്രൈസസ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ഫിക്സഡ് പ്രൈസസ്. ഓക്കെ, അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഫിക്സഡ് പ്രൈസസ് ആണ് ഇവിടെ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 95, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്ക്ലൂഡഡ് ദ അസംഷൻസ് ഓഫ് ക്ലാർക്സ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? ഇവിടെ ക്ലാർക്കിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റീവ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഏത് അസംഷനാണ് ഇതിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഹോമോജീനിയസ് ഫാക്ടേഴ്സ് ആണോ, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണോ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ, പെർഫെക്റ്റ് മൊബിലിറ്റി ആണോ, അങ്ങനെ ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാർക്കിൻ്റെ അസംഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 96, bond prices move in the opposite direction to the market rate of interest. Bond prices move in the opposite direction to the market rate of interest. അല്ലേ, അപ്പം ശരിയാണ്. ബോണ്ടിൻ്റെ പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. റീസൺ ആർ, ഇൻ എ ലിക്വിഡിറ്റി ട്രാപ്പ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ എക്സ്ട്രീംലി ലോ, people prefer to hold money rather than bonds because they expect interest rate to rise in the future. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുന്ന സാഹചര്യത്തിൽ അവരെപ്പോഴും മണി ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് എ ഈസ് ദ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 97, the difference between the observed value and estimated value in regression analysis is known as. അപ്പം റിഗ്രഷൻ അനാലിസിസിൽ ഒബ്സർവ്ഡ് വാല്യൂവും എസ്റ്റിമേറ്റഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേര് തന്നെ റെസിഡ്യൂ അല്ലെങ്കിൽ എറർ എന്നുള്ളതാണ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ മീറ്റ് ചെയ്യുക തന്നെ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 98, ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലിൽ ദ ഫീസിബിലിറ്റി ഓഫ് ദ സൊല്യൂഷൻ സെറ്റ് ഗെറ്റ്സ് അഫക്റ്റഡ് വെൻ? എപ്പോഴാണ്? Coefficient of objective functions are altered, feasibility always remain unchanged, new decision variables are introduced, change in the right hand side values of the region. അത് ഏതാ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. ചേഞ്ച് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂസ് ഓഫ് ദ റീജിയൻ എന്ന ഒരു പോയിന്റിലാണ് നമുക്ക് ഫീസിബിലിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത്. സോ നമ്മൾ 98 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.